ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ ജിമെയിൽ അക്കൗണ്ടുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചില അക്കൗണ്ടുകൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. എന്നാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഫോണിലുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഡിവൈസിൽ നിന്ന് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് സിമ്പിൾ സ്റ്റെപ്പിലൂടെ നമുക്ക് കുറച്ച് നേരങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ജിമെയിൽ അക്കൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ ഡിവൈസിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണമെന്നുള്ളവർക്ക് ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ഐ ബട്ടൺ ബട്ടണുണ്ട്. ആ ഒരു ഐ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആ വീഡിയോ കാണണ്ട, നമുക്ക് ജിമെയിൽ അക്കൗണ്ട് നമ്മുടെ ഡിവൈസിൽ നിന്ന് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാണുക. എങ്കിൽ മാത്രമേ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന രീതിയിൽ നമ്മുടെ ഡിവൈസിലുള്ള ജിമെയിൽ അക്കൗണ്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് നമുക്കിവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ കാണുന്ന ജിമെയിലിൻ്റെ ആപ്പാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഒരു ആപ്പ് എല്ലാവരുടെയും ഫോണിൽ ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൻ്റെ ഈ ഒരു ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് മുകളിലായിട്ട് സൈഡിൽ കാണുന്ന ആ 3 ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഒരു മെനു ബാർ വരുന്നതാണ്. അവിടെ നമുക്ക് കുറേയേറെ ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. ഈ ഓപ്ഷനുകളെല്ലാം നമുക്കൊന്ന് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ജിമെയിൽ അക്കൗണ്ടും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ജിമെയിൽ അക്കൗണ്ടും ഞാനിവിടെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഏത് ജിമെയിൽ അക്കൗണ്ടാണ് നമ്മുടെ ഡിവൈസിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ജിമെയിൽ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്ക് വരുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഞാനിവിടെ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതൊന്ന് മായ്ച്ചിരിക്കുകയാണ്. തൊട്ട് താഴെയായിട്ട് നമുക്ക് അക്കൗണ്ട് എന്നുള്ളൊരു സെക്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു സെക്ഷനിൽ വരുന്ന അടുത്തൊരു ഓപ്ഷനാണ് തൊട്ട് താഴ്ഭാഗത്തായിട്ട് കാണുന്ന മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ ഹോം പേജാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഈ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ അഡ്രസ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. അതെല്ലാം ഞാൻ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം മായ്ച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് ഒന്ന് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ നമുക്കിവിടെ താഴെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനാണ് സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾക്ക് ഏതൊക്കെ ഡിവൈസുകളാണ് നമ്മുടെ ഈ ജിമെയിലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വിൻഡോയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പം എൻ്റെ മൊബൈലും പിന്നെ എൻ്റെ ഒരു കമ്പ്യൂട്ടറുമായിട്ടാണ് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് ഡിവൈസിൽ നിന്നാണ് നമ്മുടെ ഈ ജിമെയിൽ അക്കൗണ്ട് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഡിവൈസിൻ്റെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഡിവൈസ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു വിൻഡോയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ യുവർ ഡിവൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഏത് ഡിവൈസ് ആണെന്ന് നമ്മൾ ഒന്നുകൂടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിവൈസിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ മൊബൈലിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ പാസ് കീ ചോദിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ ഇവിടെ പാറ്റേൺ ലോക്ക് ആയിരിക്കും കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പം ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ആയിരിക്കും കൊടുക്കേണ്ടത്. നമ്മളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ പാസ് കീ കൊടുക്കുന്നതോടുകൂടി അടുത്ത ഇങ്ങനൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡിവൈസിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് സൈൻ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിൽ നിന്നും നമ്മുടെ ഈ ഒരു ജിമെയിൽ ID റിമൂവ് ആയി പോകുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഡിവൈസിൽ നിന്ന്
നമുക്ക് ഏത് ജിമെയിൽ ഐ ഡി ആണെങ്കിലും നമുക്ക് റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ഞാനിവിടെ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ ഡിവൈസിൽ നിന്ന് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഡിവൈസുകളുടെയും ടെക്നിക്കൽ വശങ്ങളാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോകളിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.